ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്ക് കട്ടിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റിച്ചിങ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. ഈ ഒരു ഫ്രോക്കാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഫ്രോക്കാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ ഒരേ ഏജിലുള്ള കുട്ടിക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിം ഏജിലേക്ക് തന്നെയാണ്, ഒരു 3 വയസ്സ് കഴിഞ്ഞ കുട്ടിയുടെ അളവിലേക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇലാസ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുന്നേ ഒരു ഫ്രോക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ ഏജും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒഴിവുള്ള സമയത്തൊന്ന് കയറി നോക്കിയിട്ട് സമയമുള്ളപ്പോൾ ഓരോന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിൽ എന്തായാലും പഴയ തുണികളും ഷോള്, സാരി അങ്ങനത്തെ ഐറ്റംസൊക്കെ എന്തായാലും ഇല്ലാതിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കിയാലോ. അപ്പോൾ ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്, നൈറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാനിങ്ങനെ ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസുകളുടെ അളവുകളും അതെങ്ങനെയാണ് കട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോത്ത് ഒരു 4 പാർട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്ലീവിനും അതുപോലെ യോക്ക് പാർട്ടിനും, അതല്ലാതെ താഴേക്ക് 2 പീസാണ് വരുന്നത്. അതായത് ബോട്ടം പീസിൽ തന്നെ നമ്മൾ 2 പീസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ക്ലോത്ത് ഞാൻ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ടൈ ആണ് കേട്ടോ, ബാക്കിലേക്ക് ടൈ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പീസും കൂടി ജോയിൻ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കറക്റ്റ് ലെങ്ത്തിന് എനിക്ക് കിട്ടിയില്ല. പിന്നെ വന്നിട്ട് നമ്മൾ താഴേക്കുള്ള 2 പീസും സ്ലീവും അതുപോലെ യോക്ക് പാർട്ടും ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യോക്ക് പാർട്ട് എടുത്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. ബാക്കിയെല്ലാം അളവുകൾ പറയേണ്ട ആവശ്യമുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് കട്ടിങ് വരുന്നില്ല. ഇതിനകത്ത് സ്ലീവിലും യോക്ക് പാർട്ടിലാണ് കേട്ടോ കട്ടിങ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 പീസായിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവൊന്ന് പറയാം കേട്ടോ. 2 പീസായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഫ്രോക്കുകൾ നമ്മൾ അധികം കാണിച്ചിട്ടില്ല. 1-2 വീഡിയോസിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇലാസ്റ്റിക് ഫ്രോക്ക്. അപ്പോൾ ഇതുപോലെ 2 പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഏജ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 വയസ്സ് കഴിഞ്ഞ കുട്ടിക്കുള്ള അളവിലേക്കാണ് കേട്ടോ. ഒരു 3 to 4 ഇയേഴ്സ് ബേബിയുടെ ഉള്ളിലുള്ള ആ ഒരു ഏജില്ലേ, അപ്പോൾ 3-3.5 വയസ്സ് അങ്ങനെയുള്ള ഒരു അളവിലേക്കാണ് കേട്ടോ അത് പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് നമ്മളൊരു 17 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വിഡ്ത്ത് 17 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇറക്കം വന്നിട്ട് ഞാനൊരു 8 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സെൻറ്റർ ഫോൾഡ് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടൊന്ന് സെൻറ്റർ ഫോൾഡ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മോശം വശം ഞാൻ പുറത്തേക്കാക്കി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചില തുണികളിൽ നമ്മൾ ചോക്ക് വെച്ച് വരച്ച് കഴിഞ്ഞാൽ നല്ല പോലെ അത് കാണിക്കും, പിന്നെ മാച്ച് കളഞ്ഞാലും പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മോശം വശം പുറത്തേക്കാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്കിതിനകത്ത് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഷോൾഡർ വന്നിട്ട് ഞാൻ 2 ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 1.25 ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ആം ഹോൾ വന്നിട്ട് ഞാനിവിടെ ഒരു 1.5 ഇഞ്ചിലാണ് ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് തെറ്റി പറഞ്ഞു കേട്ടോ. 1.25 ഇഞ്ചിലാണ് നമ്മൾ ഷോൾഡറും ആം ഹോൾ 1.5 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഈ അളവുകൾ മാറിക്കഴിഞ്ഞാൽ ഫ്രോക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അളവുകൾ എടുക്കാനായിട്ട്. ഇനി അടുത്തത് നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 ഇഞ്ച് ചെസ്റ്റും എക്സ്ട്രാ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് വേസ്റ്റാണ്. വേസ്റ്റ് 5.5 ഇഞ്ചും എക്സ്ട്രാ 1.5 ഇഞ്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിനായിട്ട്. ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ആം ഹോൾ വരച്ചു കൊടുക്കണം. സൈഡിലെ കർവും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആം ഹോൾ ഒന്ന് ജസ്റ്റ് നമ്മൾ ഒരുപാട് ഷേപ്പ് ചെയ്ത് വരയ്ക്കില്ല കേട്ടോ ഇങ്ങനത്തെ ഫ്രോക്കിന്. ഒരു എന്താ പറയുക, ഒരുപാട് കർവല്ല, നല്ല സ്ട്രെയിറ്റും അല്ല. അതിൻ്റെ ഒരു സെൻറ്ററിലായിട്ട് വേണം ഈ ഒരു ഷേപ്പ് നമ്മൾ ആം ഹോളിന് വരച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് താഴ്വശത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിനകത്ത് ഇത്രയേ വരുന്നുള്ളൂ കേട്ടോ മെഷർമെൻറ്റ് വരയ്ക്കാനും കട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് സ്ലീവിലേക്കാണ് വരുന്നത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ബോഡി പാർട്ട് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വശം നമ്മൾ 2 പീസും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ വരുന്നുള്ളൂ ഇതിനകത്തുള്ള കട്ടിങ്. ഇനി ഈ ഒരു പീസ് വെച്ചിട്ട് വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്.
അപ്പോൾ 2 പീസും ഫ്രണ്ടും ബാക്കും സെയിം അളവിൽ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അളവ് വെച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി 2 പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവൊന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ ഈ 2 പീസിൻ്റെയും അളവൊന്ന് പറയാം കേട്ടോ. ഒരേ അളവിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല, കാരണം കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ് ഒന്നും കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവിൽ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വൈസ് നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എനിക്ക് വേണ്ട അളവിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൂട്ടിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ നീളം വന്നിട്ട് ഞാൻ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഈ നീളം എന്ന് പറയുന്നത് സ്ലീവിൻ്റെ ലെങ്ത്താണ് കേട്ടോ. അത് നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം, കുറച്ചും കൂടെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇറക്കത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. വീതി വന്നിട്ട് നമ്മളൊരു 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ 15 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എത്ര ചുരുക്ക് വേണമെന്നുള്ളത് നോക്കിയിട്ടാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ലെങ്ത്ത് വൈസ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കൂട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു നോർമൽ അളവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതൊന്ന് സെൻറ്റർ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെൻറ്റർ മടക്കി കൊടുക്കുമ്പോൾ 3 സൈഡിൽ ഓപ്പൺ ആയിട്ടും മേൾവശത്ത് ഫോൾഡും ആയിട്ടാണ് വരിക. കണ്ടോ, ഈ ഒരു 3 വശം ഓപ്പണിങ്ങും ഈ വശം മാത്രം ഫോൾഡായിട്ടാണ് വരിക. അപ്പോൾ ഇതുപോലെ തന്നെ വെക്കണം. ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഈ ഒരു പീസ് ഒരു സൈഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ യോക്ക് പാർട്ട്, ആ ഒരു പീസ് എടുക്കാം. ആ ഒരു പീസ് എടുത്തതിന് ശേഷം ഇതിനകത്ത് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇത് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് ഈ ഒരു ലെങ്ത്ത് ഉണ്ടല്ലോ, ഈ ഒരു രണ്ട് വശം ഇതിന് താഴെ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു വശത്തേക്ക് ഇത് ഇറക്കി വെക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്പണിങ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഷേപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് സ്ലീവ് വരയ്ക്കാനായിട്ട്. കണ്ടോ, അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വരിക. അതിൻ്റെ മേൾവശത്ത് ചുരുക്ക് വരും, അതുപോലെ അടിവശത്തും ചുരുക്ക് വരും. പിന്നെ അതിൻ്റെ എൻഡ് വശത്തേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്, കാരണം എനിക്ക് അത്രയും ചുരുക്കിൽ നിൽക്കണ്ട. പിന്നെ ഇങ്ങനെ ചെയ്താലാണ് അത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അടിവശത്തേക്ക് ഞാൻ അധികം ചുരുക്കില്ലാത്ത രീതിയിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മേൾവശത്ത് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നത് എനിക്ക് തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഷോൾഡറിൻ്റെ വശത്തേക്ക് വരുന്ന ആ ഒരു വശം ഉണ്ടല്ലോ, ഇലാസ്റ്റിക് വരുന്ന വശം, അത് മാറിപ്പോയി കഴിഞ്ഞാൽ സ്ലീവിൻ്റെ ഷേപ്പും ഫ്രോക്കിൻ്റെ ഷേപ്പും ഒക്കെ മാറും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു മേൾവശം ഷോൾഡറിൻ്റെ വശം ഉണ്ടല്ലോ അതൊന്ന് നോട്ട് ചെയ്തിടാറുണ്ട് കേട്ടോ. അപ്പം ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇത് ഇനി ഷോൾഡറിൻ്റെ വശമാണോ അതോ സ്ലീവിൻ്റെ ലൂസ് വരുന്ന ഭാഗമാണോ എന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഷോൾഡറിൻ്റെ പോയിന്റിൽ ഒരു കട്ടിങ്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. സെൻറ്റർ നോക്കി നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കുമല്ലോ, അങ്ങനെ കട്ടിങ്സ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ഈ ഫ്രോക്ക് കാണിച്ചപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 3 പീസ് നൈറ്റിക്കൊക്കെ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. എല്ലാവർക്കും വരുമെന്ന് അറിയില്ല കേട്ടോ, എനിക്കത് അങ്ങനെ വരാറുണ്ട്. ചിലപ്പോൾ ഒരേ സെയിം ഡിസൈനൊക്കെ ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് മാർക്ക് ചെയ്ത് വയ്ക്കും ഷോൾഡറിൻ്റെ പോയിൻറ്റ്. നമ്മൾ 3 പീസ് നൈറ്റിയുടെ സ്ലീവില്ലേ, അതുപോലെയാണ് ഏകദേശത്തിൻ്റെ സ്ലീവ് വരുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പീസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 12 ഇഞ്ചൊക്കെ നമ്മൾ കറക്റ്റ് അളവ് തന്നെയാണ് കേട്ടോ. മുകളിലും താഴെയൊക്കെ സ്റ്റിച്ചിങ്ങിനൊക്കെ പോണതൊക്കെ കൂട്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് പറയാം. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 24 ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ താഴേക്ക് ഒരു ലെയറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അധികം എടുക്കണ്ട, ചെറിയൊരു ചുരുക്ക് മാത്രം കിട്ടിയാൽ മതി. നമ്മൾ വീഡിയോയിൽ ഫസ്റ്റ് കണ്ടല്ലോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്, അത്രയും ചുരുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ 2 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. അപ്പോൾ സ്ലീവിൻ്റെ താഴെ നമ്മൾ ആ ഒരു യോക്ക് പാർട്ട് വെച്ചതിന് തൊട്ട് താഴെ വരുന്ന ഒരു പോർഷനാണ് ഇത്. ഇതിന് താഴെ ഒരു ലെയറും കൂടെ വരുന്നുണ്ട്. ഇനി നിങ്ങൾ താഴേക്ക് വേറെ ലെയർ വെക്കണില്ലെങ്കിൽ ടോട്ടൽ ലെങ്ത്ത് നോക്കിയിട്ട് ബോട്ടം പീസിൻ്റെ ലെങ്ത്ത് നോക്കി ആ ഒരു അളവിലേക്ക് കട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു പീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിൽ ഇനി നമുക്ക് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ മേൾവശത്ത് ജോയിൻ്റ് ഇട്ട് കൊടുക്കാനൊക്കെ കൂട്ടിയിട്ടുള്ള അളവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയുടെ വിഡ്ത്ത് ഞാൻ അധികം പറയുന്നില്ല, കാരണം നമ്മുടെ കയ്യിൽ എത്ര തുണി ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ആ തുണി നമുക്ക് മൊത്തത്തിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഒരു 48 ഇഞ്ച് ക്ലോത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നീളത്തിലാണ് എടുത്തിട്ടുള്ളത്, ഒരു സൈഡിലേക്ക് മാത്രം കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ചുരുക്കിൽ പ്ലീറ്റ് ഇടാനുള്ള ക്ലോത്ത് ഉണ്ട്. അപ്പോൾ 2 സൈഡിലേക്കും സെപ്പറേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് കട്ടിങ് വരുന്നത് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് 2 ടൈ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തൊരു ലേസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതല്ലാതെ ഇലാസ്റ്റിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഇലാസ്റ്റിക്കാണ് കേട്ടോ, 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഇല്ലേ, അതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കട്ടിങ് ആണ് കേട്ടോ. സ്റ്റിച്ചിങ്ങും വളരെ ഈസി തന്നെയാണ്. നമ്മൾ മുന്നേ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കറിയാം, കണ്ടവർക്കറിയാം. കണ്ടിട്ടുള്ളവർക്ക് നമുക്കിത് പറയണത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. കാണാത്തവരുണ്ടെങ്കിൽ മുന്നിൽ കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു മോഡലിൽ തന്നെ വേറെ ഒരു ഏജിൽ ഒരു 5 ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിൽ ഈ ഒരു സെയിം മോഡലിലുള്ള ഫ്രോക്ക് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു 3 വയസ്സ് കഴിഞ്ഞ കുട്ടിയുടെ അളവിലേക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. റിവ്യൂസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നും പറയണ പോലെ ലെങ്ത്തായി പോകണോണ്ടാണ് കേട്ടോ ഞാൻ കൂടെ അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കൂടെ പറയുകയാണെങ്കിൽ നല്ല ലെങ്ത്തായി പോകും വീഡിയോ. അതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് അടുത്ത ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.